RSSന്റെ ചീഫായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർസംഘചാലകമായിട്ടുള്ള മോഹൻ ഭഗവത് ഇന്നലെ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. കൃത്യമായി ഒരു 42 മിനിറ്റുള്ള ഒരു പ്രഭാഷണമാണ് അദ്ദേഹം നടത്തിയത്. അത് നമ്മുടെ ദസറ സെലിബ്രേഷനുമായി ബന്ധപ്പെട്ടോ വിജയദശമി ദിനവുമായി ബന്ധപ്പെട്ടോ മാത്രമല്ല, യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ളൊരു ആഘോഷം നടത്താനുള്ള കാരണം RSSന്റെ 100ാം ജന്മദിനങ്ങളുടെ ആഘോഷം കൂടിയായിരുന്നു. ആ ആഘോഷം ഒരു കൊല്ലത്തേക്ക് നീണ്ടു നിൽക്കും എന്നുകൂടിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളതാണ് ആ പ്രഭാഷണത്തിലെ കാര്യങ്ങൾ. അത് ഇന്ത്യയെ കൂടി ബാധിക്കുന്ന കാര്യങ്ങളാണ്. കാരണം 100 കൊല്ലങ്ങൾ കൊണ്ട് ഏതാണ്ട് ഇന്ത്യയിലെ സമസ്ത മേഖലകളിലേക്കും പടർന്നു കയറിയ വലിയൊരു രാഷ്ട്രീയ സ്വയം സേവക് എന്ന് പറയുന്ന കൃത്യമായ ഒരു മുഖമില്ലാത്ത, കൃത്യമായി പലപ്പോഴും ചാനൽ ചർച്ചകളിലൊന്നും ആളുകളെ വിടാത്ത, വളരെ നിശബ്ദമായി മാത്രം ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് RSS എന്ന് പറയുന്നത്. അപ്പോൾ RSSന്റെ ചീഫായിട്ടുള്ള അദ്ദേഹം നടത്തുന്ന പ്രഭാഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം RSSന്റെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റാണ് BJP. അവരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നുള്ളത് കൂടി നമുക്കറിയാം. 28ഓളം വരുന്ന സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് 19ലും ഇപ്പോൾ അവരോ അവരുടെ മുന്നണികളോ ഒക്കെ തന്നെ അധികാരത്തിലിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം നമ്മൾ കൃത്യമായിട്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുകയാണ്. അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് ഒരു വീരമൃത്യു വരിച്ച് 350ാമത്തെ ഈ പറയുന്ന പോലെ ഒരു ബർത്ത് ആനിവേഴ്സറിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അത് ഗുരു തേജ് ബഹാദൂർ ജി മഹാരാജ എന്ന് പറയുന്ന ഒരാളെ കുറിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിന് 350ാമത്തെ ഈ പറയുന്ന പോലെ രക്തസാക്ഷിത്വത്തിൻ്റെ ദിനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ആ തുടങ്ങുമ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദു സൊസൈറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്ത ഒരാളാണ്. ഫോറിൻ ആയിട്ടുള്ള റിലീജിയൻസിൽ നിന്നും, അതായത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള റിലീജിയനിൽ നിന്നും അദ്ദേഹം ഹിന്ദു സൊസൈറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ, രണ്ടാമത്തത് മഹാത്മാഗാന്ധിയെക്കുറിച്ചാണ്. മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറയുമ്പോഴും അദ്ദേഹം കൃത്യമായി വളരെ അളന്നു മുറിച്ചാണ് വാക്കുകൾ ഉപയോഗിക്കുന്നത്. അദ്ദേഹം പറയുന്നത് നമുക്ക് ഫ്രീഡം നേടിത്തന്ന ഒരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഇത്തരത്തിൽ ഒരു സെൽഫ് ഗുഡ്, ഒരു സ്വാഭിമാൻ ഈ പറയുന്ന പോലെ ഭാരതത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരാളാണ് എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തത് ബർത്ത് ആനിവേഴ്സറിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും എന്ന് പറയുന്നുണ്ട്. അതിലൂടെ അദ്ദേഹം പറയുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറയുന്ന ഒരാൾ സിംപ്ലിസിറ്റിയുടെയും ഹ്യൂമിലിറ്റിയുടെയും വിനയത്തിൻ്റെയും ഇൻറ്റഗ്രിറ്റിയുടെയും അതുപോലെ നിശ്ചയദാർഢ്യത്തിൻ്റെയും ഒക്കെ തന്നെ വലിയൊരു പ്രതീകമായിരുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇനി ഇൻഡയറക്ട്ലി നരേന്ദ്രമോദിയാണോ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇത്തരം ആളുകളൊക്കെ തന്നെ ദേ ടീച്ചേഴ്സ് ഹൗ എ പേഴ്സൺ ക്യാൻ ബിക്കം, എങ്ങനെയാണ് ഇത്തരം ആളുകളൊക്കെ തന്നെ നമ്മളെ പഠിപ്പിച്ചിരുന്നു എങ്ങനെയാണ് ഒരു വ്യക്തി ആയിത്തീരേണ്ടത് എന്നുള്ളതാണ് ആദ്യം അദ്ദേഹം ആമുഖമായി പറഞ്ഞു വെക്കുന്നത്. ഇതിൽ ചില ഒളിയമ്പുകളൊക്കെ അടക്കം ഉണ്ടാകാം എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നരേന്ദ്രമോദി ഏതാണ്ട് പൂർണ്ണമായും തന്നെ RSSന് കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് അദ്ദേഹം ഈ മോഹൻ ഭാഗവത്തിൻ്റെ ജന്മദിനത്തിൽ വലിയ ആശംസകൾ നേരുകയും അസാധാരണമായിട്ടുള്ള ചില പുകഴ്ത്തലുകളൊക്കെ നടത്തുകയും ചെയ്തെങ്കിൽ പോലും ഇപ്പോഴും ചില ചെറിയ അംശങ്ങൾ ബാക്കി നിൽക്കുന്നു എന്നുള്ളതാണ് ഇത്തരം പരാമർശങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നൊരു കാര്യം. ഇനി അടുത്തത് അദ്ദേഹം പറയുന്നത് മഹാകുംഭമേളയെക്കുറിച്ചാണ്. അത് വലിയ തോതിലുള്ള ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു പരിപാടിയാക്കി മാറ്റിയെന്നും അത് വളരെ കൃത്യമായി നടത്തുന്നതിലൊക്കെ നമ്മൾ വിജയിക്കുന്നു എന്നുമാണ് പറഞ്ഞു തുടങ്ങുന്നതെങ്കിൽ, അടുത്തത് അദ്ദേഹം പറയുന്നത് ഇക്കണോമിക് ആയിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇന്ത്യ ഇംപ്രൂവ് ചെയ്യുകയാണ്, പുരോഗതിയിലേക്ക് നീളുകയാണ് എന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ചില ഫ്ലോസ് ഉണ്ട്, ചില ലാപ്സസ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഈ പറയുന്ന പാവപ്പെട്ടവരും അതുപോലെ പണക്കാരും തമ്മിലുള്ള ഗ്യാപ്പ് വലിയ തോതിൽ വൈഡൻ ചെയ്യപ്പെട്ടുവെന്നും ആ വ്യത്യാസം അകലം വലിയ പണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും വരുമാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വളരെ കൂടിയെന്നും അത്തരം കാര്യങ്ങളിൽ അടിയന്തരമായ ശ്രദ്ധ പതിയേണ്ടതുണ്ട് എന്നും പറഞ്ഞു തുടങ്ങുന്ന ഒരു കാര്യം അദ്ദേഹം പറയുന്നത് താരിഫുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള പ്രശ്നങ്ങളിൽ പോലും ചില റീകൺസിഡറേഷൻസ്, ചില പരിഗണനകൾ വീണ്ടും ഈ പറഞ്ഞ ഒന്നുകൂടി പുനരാലോചിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. അതേപോലെ അദ്ദേഹം അടുത്ത വാചകങ്ങളിൽ പറയുന്നത് ഗ്ലോബലിയുള്ള ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്, ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഭാഗത്തുള്ള ഒരു കമ്പൽഷൻ കൊണ്ട്, ഒരു നിർബന്ധം കൊണ്ട് ഉണ്ടാകേണ്ടതല്ല എന്നുള്ളതും, അതോടൊപ്പം തന്നെ സ്വദേശിയും ഈ പറഞ്ഞ പോലെ ഒരു സ്വാവലംബം, നമ്മൾ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, നമ്മുടെ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നതും അതുപോലെ നമ്മൾ മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നതും അവലംബിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് മറ്റൊരു പകരവുമില്ല എന്നുള്ളത് ഏതാണ്ട് നരേന്ദ്രമോദിയെയും BJPയും ഒക്കെ അദ്ദേഹം ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ചെയ്യുന്നത്.
ഇനി അടുത്ത ഹെഡിങ്ങിൽ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഹോപ്പും അതുപോലെ റീഅഷുറൻസും എന്ന് പറയുന്ന ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന ഇന്ത്യക്ക് പ്രതീക്ഷ നൽകേണ്ടതും ഇന്ത്യക്ക് ഒരിക്കൽ കൂടി ഉറപ്പ് നൽകേണ്ടതും രണ്ട് കാര്യങ്ങളിലാണ്. അതൊന്ന് നാഷണലിസ്റ്റ് സ്പിരിറ്റാണ്. അതായത് ആ നാഷണലിസ്റ്റ് ഒരു ദേശഭക്തി എന്ന് പറയുന്നത് ഉയർന്നുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ, രണ്ടാമത്തെ അദ്ദേഹം പറയുന്നത് ബിലീഫും കോൺഫിഡൻസും വേണം എന്തിൽ, നമ്മുടെ കൾച്ചറൽ ബിലോങ്ങിങ് ഓഫ് ദ കൺട്രി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് RSS ഇത്രയും കാലം പറഞ്ഞെന്ന് പറഞ്ഞാൽ കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്ന കാര്യം രണ്ടും കൂടി അദ്ദേഹം വെവ്വേറെ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കൾച്ചറൽ നാഷണലിസ്റ്റ് ആയിട്ടുള്ള ഐഡിയോളജികളും നാഷണലിസ്റ്റ് ആയിട്ടുള്ള പ്രൈഡും നമുക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയും അതോടൊപ്പം തന്നെ ഒരു കൾച്ചറൽ നാഷണലിസത്തെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന രാജ്യം മുഴുവനുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി, ബിലോങ്ങിങ്സിനെ കുറിച്ച് കൂടി നമുക്ക് നല്ല ധാരണകൾ ഉണ്ടാവണം. അത് യങ്ങർ ജനറേഷന് പകർന്നു കൊടുക്കണം എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അടുത്തത് അദ്ദേഹം സംഘപരിവാറിൻ്റെ വിഷനും ബാക്കി ഈ പറഞ്ഞ പോലെ റീസർജൻസ് ഓഫ് ദ ഭാരതിൻ്റെ ഈ പറഞ്ഞ പോലെ പുനരുജ്ജീവനവും അത് ലോകത്തിലേക്ക് വെച്ച് തന്നെ ഏറ്റവും നല്ല മോഡലായി മാറേണ്ടതിൻ്റെ ആവശ്യകതയും, അതുപോലെ അദ്ദേഹം അംബേദ്കറെ പോലും റെഫർ ചെയ്തുകൊണ്ട് പറയുന്നത്, അംബേദ്കർ പോലും പറയുന്നത് ഈ ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ള കൾച്ചറൽ യൂണിറ്റി നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യണം ഉണ്ടാകണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഭൂമിയിൽ നമ്മൾ ലോകത്ത് തന്നെ നമ്മുടെ ഭാരതീയത എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വലിയ പ്രാമുഖ്യം കിട്ടണം എന്നുമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാമല്ലോ, അംബേദ്കർ പറഞ്ഞിട്ടുള്ള ഹിന്ദു എന്ന് പറയുന്ന സൊസൈറ്റി എന്നോ അല്ലെങ്കിൽ ഹിന്ദു മതമെന്നോ ഒക്കെ വിളിക്കാവുന്ന ഇതിനകത്തുള്ള ഒരുപാട് ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും അദ്ദേഹം വളരെ ബുദ്ധിപരമായി സൈലൻസ് എന്ത് ചെയ്യുന്നു പാലിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതാണ് ഈ വീഡിയോ എടുക്കാമെന്ന് തന്നെ ഞാൻ വിചാരിച്ചത്. അതിൻ്റെ പ്രശ്നം അദ്ദേഹം പറയുന്നത് ഹിന്ദു സൊസൈറ്റി ഗ്യാരണ്ടീസ് ദ നാച്ചുറൽ യൂണിറ്റി എന്നാണ്. ഇന്ത്യ ഹിന്ദു സൊസൈറ്റി ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു യൂണിറ്റി ഉറപ്പ് നൽകുന്നു എന്നാണ് ഈ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി. എന്ന് പറഞ്ഞാൽ മറ്റുള്ള മൈനോറിറ്റികൾക്കെല്ലാം തന്നെ ഏതാണ്ട് ഇൻഡയറക്റ്റ്ലി വേണമെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നൊരു കാര്യം, ഹിന്ദു സൊസൈറ്റി എന്ത് ചെയ്യുന്നു ഉറപ്പ് നൽകുന്നു എന്ന് വേണമെങ്കിൽ വായിച്ചെടുക്കാം. അല്ലെങ്കിൽ വിശാലമായ അർത്ഥത്തിൽ ഹിന്ദു സൊസൈറ്റി അങ്ങനെ മറ്റാരോടും ഒരു പ്രശ്നത്തിൽ പോകില്ല, നാഷണൽ യൂണിറ്റി ഉണ്ടാകുമെന്ന് നമുക്ക് വായിച്ചെടുക്കാം. പക്ഷേ ഇതിൽ ഈ പറയുന്ന പോലെ ഒരു ഔദാര്യത്തിൻ്റെ ചില സംഗതികൾ കൂടി ആർക്കെങ്കിലും വായിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അടുത്തത് അദ്ദേഹം പറയുന്നത് ഹിന്ദു സൊസൈറ്റി ഈസ് അക്കൗണ്ടബിൾ ഫോർ ഭാരത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഹിന്ദു സൊസൈറ്റിയാണ് അക്കൗണ്ടബിൾ ആയിട്ടുള്ളത്, അതായത് ഭാരതത്തിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ ഡെവലപ്മെൻറ്റിനും ഒക്കെ അക്കൗണ്ടബിൾ ആയിട്ടുള്ളത് ഹിന്ദു സൊസൈറ്റി മാത്രമാണെന്നാണ്. ഞാൻ ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ ഈ RSSൻ്റെ ആളുകളൊക്കെ തന്നെ വന്ന് ഹിന്ദു സൊസൈറ്റി എന്ന് പറയുന്നത് അത് മുസ്ലിമും ക്രിസ്ത്യനും പാഴ്സിയും ജൈനനും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് എന്നൊക്കെയുള്ള വിശാലമായ അർത്ഥത്തിലുള്ള പല വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ടാവാം. പക്ഷേ എങ്കിൽ പോലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് 100ാമത്തെ വർഷത്തിലേക്ക് എത്തി നിൽക്കുന്ന മോഹൻ ഭാഗവത് കൃത്യമായി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇനി അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് ഒരുപക്ഷെ ഹിന്ദു രാഷ്ട്രം എന്നുള്ള നിലക്കായിരിക്കുമെന്നാണ്. പക്ഷെ അങ്ങനെ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടാൽ തീർച്ചയായും വരാനിരിക്കുന്നത് അതിൻ്റെ തകർച്ച കൂടിയായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ കാരണം ഹിന്ദു രാഷ്ട്രം രൂപീകരിക്കപ്പെടുകയും മറ്റു ഈ പറയുന്ന മൈനോറിറ്റീസ് ഒന്നും ഭീഷണിയല്ലാതായി മാറുകയും ചെയ്താൽ ഏത് ജാതിയിലാണെങ്കിലും ഏത് മതപരമായ രാഷ്ട്രമാണെങ്കിലും പിന്നെ അതിനകത്തുള്ള സ്പ്ലിറ്റുകൾ രൂപപ്പെടാൻ തുടങ്ങുകയും ആ രൂപപ്പെടുന്ന സ്പ്ലിറ്റുകളിൽ അവർണനും സവർണനും തമ്മിലും അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും തമ്മിലും ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും അതർ പിന്നോക്ക വിഭാഗങ്ങളും മറ്റേ ഈ പറയുന്ന പോലെ നായർ ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റികളൊക്കെ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് പിന്നീട് ഇത് കുറേ കൂടി ഈ പറയുന്ന പോലെ ഇത്തരത്തിലുള്ള സിസ്റ്റംസ് എല്ലാം തന്നെ തകർന്നു പോകുന്ന അവസ്ഥയിലേക്കാണ് ലോകമെമ്പാടും മതരാഷ്ട്ര രൂപീകരണങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഇറാൻ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൗദി അറേബ്യ എടുത്തു വെച്ചാൽ നിരവധി രാജ്യങ്ങൾ മതപരമായ രാഷ്ട്രങ്ങളെന്ന് വിളിക്കാവുന്നിടത്തെല്ലാം തന്നെ എത്രമാത്രം ബോംബുകളാണ് പൊട്ടുന്നത്, എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും അവിടെയുള്ള ആളുകൾ ഇങ്ങനെയല്ല ഭരിക്കേണ്ടതെന്നും ഇതിനേക്കാൾ കുറച്ചുകൂടി തീവ്രതയോടുകൂടി ശരിയായ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കണമെന്നും ഒക്കെ ആവശ്യപ്പെടുകയും അതേസമയം തന്നെ കുറച്ചുകൂടി ലിബറൽ പോളിസികൾ ഉണ്ടാക്കണമെന്ന് മറ്റൊരു വിഭാഗം വാദിക്കുകയും ഒക്കെ ചെയ്യും. ഇന്ത്യയിലാണെങ്കിൽ അതിൻ്റെയൊക്കെ സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഹിന്ദു എന്ന് പറയുന്ന സൊസൈറ്റിക്കകത്ത് തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും ട്രൈബൽസും അതുപോലെ തന്നെ OBCസും അതുപോലെ ഈഴവയും നായരും ഈ പറഞ്ഞ ബ്രാഹ്മിൻസും അടക്കമുള്ള എണ്ണമറ്റ ഈ പറഞ്ഞ പോലെ നായർ മുതൽ നമ്പൂതിരി വരെയും നിരവധി ഈ പറഞ്ഞ പോലെ ഉപകാസ്റ്റുകളുണ്ട് എന്നുള്ളതും അവരൊക്കെ തമ്മിലുള്ള സ്പ്ലിറ്റ് കുറെ കൂടി വർദ്ധിക്കുമെന്ന് നമ്മൾ മറന്നു പോകരുത്. ഇതിനെല്ലാത്തിനെയും കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെടുകയാണ്
മോഹൻ ഭാഗവതിൻ്റെ സ്പീച്ചിലൂടെ ചെയ്യുന്നത്. മോഹൻ ഭാഗവത് പറഞ്ഞു വെക്കുന്നതിൻ്റെ ഉള്ളിലെ ഉദ്ദേശമെന്ന് പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ആ ഉദ്ദേശം യഥാർത്ഥത്തിൽ ഇതൊരു ഹിന്ദു രാഷ്ട്രമായി ഏതാണ്ട് ഇപ്പോൾ പരിവർത്തനപ്പെട്ടിരിക്കുന്നുവെന്നും ഇനി ഏതാനും കാലങ്ങൾക്കുള്ളിൽ ഒറിജിനലി ഹിന്ദു രാഷ്ട്രമെന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ലെവലിലേക്ക് എത്തുമെന്നും അതൊരു പക്ഷേ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ കൊണ്ട് ചിലപ്പോൾ നടപ്പിലാക്കാൻ കഴിയില്ലെന്നും അങ്ങനെ നടപ്പിലാക്കാൻ കഴിയില്ലെങ്കിൽ ഈ ഇക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളിലും അതുപോലെ മറ്റ് പല പ്രശ്നങ്ങളെയും ഡീൽ ചെയ്യാൻ വേറൊരാളെ കൂടി ഏൽപ്പിക്കേണ്ടി വരുമോ എന്ന് പറയുന്ന സൂചനകളും ഈ പ്രസംഗത്തിൽ നിന്ന് ഞാൻ വായിച്ചെടുത്തിരിക്കുന്നു. ബാക്കിയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം തീരുമാനിക്കാം.